ഇന്നത്തെ ഞാൻ സെഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദ ഓട്ടോ സൈക്കിൾ, ഇറ്റ്സ് പ്രോസസ്, അതിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേഷൻ്റെ ഒരു പാർട്ട് വരെ നമ്മൾ പറഞ്ഞു. ദെൻ വി ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദ കാർനോട്ട് സൈക്കിൾ, different processes associated with the Carnot cycle, then its efficiency and a simple problem. Then അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ലെവൽ പ്രോബ്ലം എങ്ങനെ വരുന്നു അതും ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇന്ന് ഓട്ടോ സൈക്കിൾ ഞാൻ എന്താണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നു. അതേപോലെ തന്നെ കാർനോട്ട് സൈക്കിളിൻ്റെ ഒരു പ്രോബ്ലം പെൻഡിങ് ഉണ്ട് അന്നത്തെ ദിവസത്തെ. അപ്പോൾ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. 2 പ്രോബ്ലം, ദെൻ ഓട്ടോ സൈക്കിൾ. ഇഫ് യു ഹാവ് ഇനഫ് ടൈം യു വിൽ ഗോ ഫോർ സംതിങ് എൽസ്. ഓക്കെ. അപ്പോൾ ഓട്ടോ സൈക്കിളിന്റെ പ്രത്യേകത എന്താണ്? ഓട്ടോ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയപ്പെടുന്നത് തന്നെ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ പ്രോസസ് എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഒരു ജസ്റ്റ് ഒരു റിവേഴ്സ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പ്രോസസ്സ് മിനിമം വേണം നമുക്കൊരു സൈക്കിൾ ജനറേറ്റ് ചെയ്ത് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സൈക്കിൾ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ 4 രീതിയിലുള്ള പ്രോസസ്സുകൾ ഉണ്ടായിരിക്കണം മിനിമം. അതിനകത്ത് 2 എണ്ണം, ഒരെണ്ണം എന്ന് പറയുന്നത് ഹീറ്റ് അഡിഷൻ ആയിരിക്കണം, ഒന്ന് ഹീറ്റ് റിജക്ഷൻ ആയിരിക്കണം, പിന്നീട് ഒരു കംപ്രഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കണം, ഒരു എക്സ്പാൻഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പം ഈ 4 പ്രോസസ്സുകൾ വെച്ചിട്ടാണ് ആക്ച്വലി നമ്മളൊരു എൻജിൻ, അതായത് നമുക്കൊരു വർക്ക് പ്രൊവൈഡ് ചെയ്ത വർക്ക് തരുന്ന ഒരു ഡിവൈസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഓക്കെ. അതിനകത്ത് ഈ കംപ്രഷൻ എന്തിനാണ്, ഹീറ്റ് അഡിഷൻ എന്താണ്, എക്സ്പാൻഷൻ എന്താണ്, ഹീറ്റ് റിജക്ഷൻ എന്താണ്, ഇതെല്ലാം നമ്മളിപ്പോൾ തിയററ്റിക്കലി ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മോഡലിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എനർജി കൺവേർഷൻ ഡിവൈസിലേക്ക് കയറുകയാണ്. അതായത് നമുക്ക് അവൈലബിൾ ആവുന്ന ഈ ഹീറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്ത് വർക്കായിട്ട് മാറ്റുന്ന റിയൽ ആയിട്ടുള്ള എഞ്ചിൻസ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഓട്ടോ സൈക്കിൾ ഉണ്ട്. ഓട്ടോ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പെട്രോൾ എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഒരു പെട്രോൾ എഞ്ചിൻ, നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ റിയൽ ആയിട്ട് കാണുന്ന ഒരു പെട്രോൾ എഞ്ചിൻ, അതായത് പെട്രോൾ എന്ന് പറയുന്ന ഫ്യൂവൽ ഒഴിച്ച് റൺ ചെയ്യുന്ന ഒരു എഞ്ചിൻ. ആ എഞ്ചിനകത്ത് ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് റൺസ് ഓൺ ഓട്ടോ സൈക്കിൾ. അതിനകത്ത് എന്താണ് അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹീറ്റ് അഡിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. അതേപോലെ ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതും കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ഹീറ്റ് അഡിഷൻ ആൻഡ് ഹീറ്റ് റിജക്ഷൻ ടേക്സ് പ്ലേസ് കോൺസ്റ്റന്റ് വോളിയം. കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് അഡിയാബാറ്റിക്കലി. ഓക്കെ. അപ്പം ഇത് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി സൈക്കിൾ ആയതുകൊണ്ട്, ഒരു തിയററ്റിക്കൽ സൈക്കിൾ ആയതുകൊണ്ട് നമ്മൾ ഈ പ്രോസസ്സുകളെല്ലാം തന്നെ റിവേഴ്സിബിൾ ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ. ഇനി എന്തിനാണ് ഈ കംപ്രഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് യു ഹാവ് സം ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ്, എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ആണ് വേണ്ടത്, വർക്ക് ജനറേറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് വർക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഫ്ലൂയിഡിനെ നമ്മൾ കംപ്രസ് ചെയ്യണം ആദ്യം. അതായത് നമുക്ക് എങ്ങനെ വർക്ക് ജനറേറ്റ് ചെയ്യാം, അതായത് ഹീറ്റ് എൻ്റെ കയ്യിലുണ്ട്, ആ ഹീറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ വർക്ക് ജനറേറ്റ് ചെയ്യാം, ഇതിനുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കുള്ള ഫ്ലൂയിഡിനെ നമ്മൾ കംപ്രസ് ചെയ്യണം ഫസ്റ്റ്. അതാണ് നമുക്ക് ഇവിടെ കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മസ്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മളിതിനെ ആദ്യം കംപ്രസ് ചെയ്യും. അത് നമുക്ക് അഡിയാബാറ്റിക് കംപ്രഷൻ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, കംപ്രസ് ചെയ്യുമ്പോൾ അത്രയും പ്രഷർ എനർജി അതിനകത്തുണ്ട്, അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് അവിടെ അവൈലബിൾ, പ്രഷർ എന്ന് പറയുന്ന ഒരു എനർജിയിൽ നമുക്ക് അത് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ ടെമ്പറേച്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഹൈ ഹീറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പിന്നീട് നടക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു എനർജി റിലീസിങ് ആണ്. ആ എനർജി റിലീസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത്രയും പ്രഷറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനത്തിനകത്ത് ഞാൻ ഹീറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും എനർജി കണ്ടന്റ് അതിനകത്തുണ്ട്. ആ എനർജി ആണ് റിലീസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് വർക്ക് കിട്ടുന്നത്. അതായത് എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരുമ്പോൾ നമുക്ക് വർക്ക് പുറത്ത് വരും. അപ്പൊ നമ്മൾ പ്രഷറൈസ് ചെയ്തിരിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്തും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് എനർജിയായി. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, കുറച്ച് വർക്ക് എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഹീറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞത് ഹീറ്റ് എന്ന് പറയുന്ന ലോ ഗ്രേഡ് എനർജിയാണ്, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വർക്കായിട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞാലും കുറച്ച് ഹീറ്റ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ അവൈലബിൾ ആയിരിക്കുന്ന ഹീറ്റിനെ ഞാൻ എടുത്തുകൊണ്ട് റിജക്ഷൻ നടത്താതെ, നമ്മൾ ഓൾറെഡി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഓൾറെഡി നമുക്ക് ഹീറ്റിന്റെ ആവശ്യമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് പോകണ്ട, നേരെ അങ്ങ് എടുത്ത് കംപ്രസ് ചെയ്ത് കൊണ്ടുപോയി നേരെ അങ്ങ് ഹീറ്റ് ആഡ് ചെയ്താൽ മതിയല്ലോ എന്ന് ചിന്തിക്കും. അതായത് ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ആവശ്യമില്ലാതെ. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഹോട്ട് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന് ഞാൻ അവിടെ നിന്ന് ഈ എക്സ്പാൻഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന
ആ ഒരു എനർജി ഞാൻ വർക്കായിട്ട് മാറ്റി ബാക്കി ഹീറ്റായിട്ട് അവൈലബിൾ ആയി നിൽക്കുന്നതിന് ഞാൻ ഒന്നും ചെയ്യാതെ, അതായത് കൂളിങ്ങിലേക്ക് കൊടുക്കാതെ നേരെ എടുത്ത് കംപ്രസ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു 1 to 2 എന്ന് പറയുന്ന കംപ്രഷൻ പ്രോസസ്സിൽ ഹോട്ട് സബ്സ്റ്റൻസ് ആണ് എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഫ്ലൂയിഡ് എങ്കിൽ അതിനേക്ക് ഞാൻ കംപ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരുപാട് വർക്ക് ഇൻപുട്ട് കൊടുക്കണം. അതായത് എനിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഞാൻ വർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ള ഹീറ്റിനെ മൊത്തം എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് അതിന് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ നിന്ന് അല്ലെങ്കിൽ അതിന് ഏറ്റവും കുറഞ്ഞ കണ്ടീഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് ഇൻപുട്ട് കൊടുത്താൽ മതി, എനിക്ക് കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ട് കൂടുതലായിരിക്കുകയും കിട്ടും. ഓക്കെ, ഇതുകൊണ്ടാണ് ഈ പ്രോസസ്സുകളെല്ലാം എന്നത് വേണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, കംപ്രഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് നമുക്ക് വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹീറ്റ് ആഡിങ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എത്രയും എനർജി കണ്ടന്റ് വരും. പിന്നീടാണ് അത് എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് വർക്ക് ഔട്ട്പുട്ട് തരുന്നത്. പിന്നീട് ഉള്ള എനർജിയെ റിലീസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ കൂളിംഗ് പ്രോസസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? വെയിറ്റിംഗ് ഫോർ യു. രണ്ടുപേർക്ക് കേറാൻ പറ്റുന്നില്ല. ഓക്കെ, വെയിറ്റ്. ലൈറ്റ് കമേഴ്സ് പുറത്തേക്കേണ്ടി വരും. Tell them to re-enter. ഒന്നുകൂടെ re-enter ചെയ്യാൻ പറഞ്ഞാൽ മതി. ശരി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് വേണം നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിക്കാനായിട്ട്. അപ്പം ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് കംപ്രഷൻ, റിവേഴ്സ് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഓക്കെ, ഐ ഹോപ്പ് ദേ ആർ എൻറ്റർ. ഓക്കെ, ലേറ്റ് ആയിട്ട് വരരുത് കേട്ടോ. ഇപ്പം വന്നവരൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്ന ടൈമിലാണെങ്കിൽ ആ പറഞ്ഞിട്ടിരിക്കുന്ന ടൈമിൽ കയറാനായിട്ട് ശ്രമിക്കണം മാക്സിമം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എവിടെ വരെ പഠിപ്പിച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ ഓട്ടോ സൈക്കിളിന്റെ? സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കംപ്ലീറ്റ് ചെയ്തിരുന്നോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പം ഇത് ഞാൻ ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ എല്ലാം ഉണ്ട്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സ്ലൈഡ്. ഓക്കെ, ഹീറ്റ് സപ്ലൈ ഡ്യൂറിങ് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് എന്ന് പറയുന്നത് നമുക്കറിയാം MCV T3 - T2. ദെൻ ഹീറ്റ് റിജക്ഷൻ ഡ്യൂറിങ് ദ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് 4 to 1 ആണ്, അത് MCV T4 - T1 എന്നറിയാം. ദെൻ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 - ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈ. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് കൂടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്കറിയാം MCV T4 - T1, അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോർ ഹീറ്റ് റിജക്ഷൻ. Then for heat supplied, I have the equation MCV T3 - T2. ഇതിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഈസ് 1 - T4 - T1 ഡിവൈഡ് ബൈ T3 - T2. അപ്പൊ ഇതിന് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 1 - T4 - T1 ബൈ T3 - T2 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ടെമ്പറേച്ചേഴ്സ് അറിയണം, എന്നാൽ മാത്രമേ എനിക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഐ എം എലിമിനേറ്റിംഗ് എനി ഓഫ് ദ ടെമ്പറേച്ചർ ടു റെഡ്യൂസിങ് ദി ഇക്വേഷൻ. അപ്പോൾ എനിക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാർനോട്ട് സൈക്കിളിൽ എന്താണോ ചെയ്ത പ്രൊസീജിയേഴ്സ്, ആ പ്രൊസീജിയേഴ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so we are considering the adiabatic process. So we have the adiabatic process 1 to 2 here. So here V1 is the volume, V2 is the second volume. Here V1 is the greater volume, V2 is the lesser volume. So 1 to 2 is the adiabatic compression process. Here I am considering the temperature volume relationship, not the pressure volume relation. Here I am considering the temperature volume relation.
ഇതിനകത്ത് അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സിനകത്ത് T2 by T1 is equal to V1 by V2 the whole raised to gamma minus 1. So ഈ ഒരു ഇക്വേഷൻ മാത്രം നമ്മൾ കാണാതെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതായത് T2 minus T1 is equal to V1 by V2 the whole raised to gamma minus 1. അപ്പോൾ V1 എന്ന് പറയുന്നത് ഇവിടെ എല്ലാം നമ്മൾ ഹയർ വാല്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. T1 എന്ന് പറയുന്നത് ചെറിയ ടെമ്പറേച്ചർ ആയിരിക്കും, T2 എന്ന് പറയുന്നത് വലിയ ടെമ്പറേച്ചർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വലിയ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ചെറിയ ടെമ്പറേച്ചർ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സോ T2 is the greater temperature than T1. So T2 by T1 is equal to V1 by V2 here. V1 is the greater volume, V2 is the lesser volume. ഇതൊരു ടിപ്പാണ്, ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി, ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് മാത്രമാണ് ഞാൻ പറഞ്ഞു തരിക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ച് പഠിക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് സിലബസിൽ അത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മളത് കാണാതെ പഠിച്ചു വെക്കുന്ന ഒരു രീതിയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് V1 by V2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കംപ്രഷൻ റേഷ്യോ ആണ്. കംപ്രഷൻ റേഷ്യോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ R. സോ V1 by V2 all raised to gamma minus 1. So here the equation is T2 by T1 is equal to R raised to gamma minus 1. Here V2 by V1 is compression ratio. It is obviously it is we can observe it here. V2 by V1 is the compression process, so it is a compression ratio. Here T2 is equal to T1 into R raised to gamma minus 1. So we have T2 in terms of T1. That's the second equation. Now I'm considering the third process, that is 3 to 4, that is the adiabatic expansion process. So again I'm using the relation. Here T3 is the greater temperature, T4 is the lesser temperature. So T3 by T4 is equal to higher volume, that is V4. So V4 by V3 the whole raised to gamma minus 1. ഒറ്റ ഇക്വേഷൻ മാത്രം നിങ്ങൾ കാണാൻ പഠിച്ചാൽ മതി. Here V4 by V3 is equal to V1 by V2 എന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, V1 by V2 വെച്ച് റീപ്ലേസ് ചെയ്തു. That is V4 is equal to V1, V3 is equal to V2. So V4 by V3 ക്ക് പകരം V1 by V2 ചെയ്തു. V1 by V2 എന്ന് പറയുന്നത് എന്താണ്, it is again the compression ratio. So R raised to gamma minus 1. So here T3 is equal to T4 into R raised to gamma minus 1. So we have T3 in terms of T4. So I have equation 1, 2 here and 3 here. Clear? Yes, sir. Yes, sir. Okay. Then I have these equations. അതായത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ T2ന്റെ വാല്യൂ കണ്ടുപിടിച്ചു, T3യുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഈ കാര്യങ്ങൾ, അതായത് T2ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് T1ഉം T3യുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് T4ഉം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. നമ്മൾ കണ്ടുപിടിച്ച ഫസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എഫിഷ്യൻസി 1 minus T4 minus T1 divided by T4 R raised to gamma minus 1 minus T1 R raised to gamma minus 1. സോ ഇതിനകത്ത് നിന്ന് കോമൺ ആയിട്ടുള്ള T4 minus T1 T4 minus 1 എടുത്തു. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ the remaining equation is 1 minus 1 by R raised to gamma minus 1. So here the equation is further reduced. So the efficiency of an Otto cycle can be calculated by using this equation, that is 1 minus 1 by R raised to gamma minus 1. What is R? It is the compression ratio. So we can find out the efficiency of an Otto cycle if we know the compression ratio. Only thing we want to know is the compression ratio. Compression ratio അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് an Otto cycle എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓർത്ത് വെച്ചേക്കാൻ വേണ്ടിയിട്ട്, സാർ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ, ദാറ്റ് ഈസ് V1 minus V1 by V2, എക്സ്പാൻഷൻ റേഷ്യോ R ഈസ് ഈക്വൽ ടു V4 by V3. സോ ഇതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓട്ടോ സൈക്കിളിന്റെ കംപ്രഷൻ റേഷ്യോയും എക്സ്പാൻഷൻ റേഷ്യോയും സെയിം ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്ത് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. സോ എക്സ്പ്ലെയിൻ എ പ്രോസസ്, എക്സ്പ്ലെയിൻ എ സൈക്കിൾ വിച്ച് ഹാവിങ് ദ കംപ്രഷൻ റേഷ്യോ ആൻഡ് എക്സ്പാൻഷൻ റേഷ്യോ ആർ ദ സെയിം. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്. അതായത് ഒരു സൈക്കിൾ ഉണ്ട്, ആ സൈക്കിളിന്റെ കംപ്രഷൻ റേഷ്യോയും എക്സ്പാൻഷൻ റേഷ്യോയും സെയിം ആണ്. ആ സൈക്കിളിനെ പറ്റി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യൂ, ആ സൈക്കിളിന്റെ എഫിഷ്യൻസി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് തരൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഓട്ടോ സൈക്കിളിനെ പറ്റിയല്ല ചോദിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് ഓട്ടോ സൈക്കിളിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ.
സോ ഹിയർ ഹീറ്റ് സപ്ലൈഡ് ഇസ് MC T3 minus T2. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഞാനിപ്പോൾ പറയുന്നത്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹീറ്റ് ഇൻപുട്ട് മൈനസ് ഹീറ്റ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് ഔട്ട്പുട്ട്. അതാണ് Q ഇൻ മൈനസ് Q ഔട്ട് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ഇത് വരുന്നത്. ഈ ചില സമയത്ത് ഹീറ്റ് അഡീഷൻ എന്ന് പറയും, ഇത് ഹീറ്റ് റിജക്ഷൻ എന്ന് പറയും, ചിലപ്പോൾ ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയും, ചിലപ്പോൾ ഹീറ്റ് ഔട്ട്പുട്ട് എന്ന് പറയും. ഓക്കെ, എനിവേ എല്ലാം സെയിം തന്നെയാണ് പറയുന്നത്. Efficiency is equal to 1 minus Q out by Q in. So applying this equation, and finally we obtain the air standard efficiency of Otto cycle is 1 minus 1 by R raised to gamma minus 1. So only thing you have to remember these equations for the problem sections. So Carnot cycle anengil that is 1 minus T2 by T1. Otto cycle anengil that is 1 minus 1 by R raised to gamma minus 1. Okay. Then ഈ ഒരു സൊല്യൂഷൻസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഈ ഡെറിവേഷനകത്ത് വരുന്ന എല്ലാ ഇക്വേഷൻസും വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ദെൻ വി ക്യാൻ ഡു ആൻ എക്സസൈസ്. റെഡി? അപ്പം നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടായിരിക്കണം, പേന ഉണ്ടായിരിക്കണം, കാൽക്കുലേറ്റർ എല്ലാവരും ഉണ്ടായിരിക്കണം. അപ്പം അത് വെച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. പിന്നെ അതേപോലെ തന്നെ ഞാനൊരു ടിപ്സ് പറയും, ആ ടിപ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അത് നിങ്ങൾ പിന്നീട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നതെല്ലാം സിമ്പിൾ ടൈപ്പ് പ്രോബ്ലം ആയിരിക്കും. പിന്നെ കുറച്ച് ചിലപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ നിങ്ങൾ ചിലപ്പം ഓർക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സൊല്യൂഷൻസ് എല്ലാം സെയിം തന്നെ ആയിരിക്കും. സോ ഇൻ ആൻ ഓട്ടോ സൈക്കിൾ, ഡയറക്റ്റ് ആയിട്ട് ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ ഓഫ് എയർ ഈസ് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 bar അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ കംപ്രഷൻ. സോ അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് നമുക്ക് ഓരോ പോയിന്റ്സും റെക്കഗ്നൈസ് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം, അത് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പം നിങ്ങളടുത്ത് ആദ്യം ഇൻ ആൻ ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓട്ടോ സൈക്കിൾ അങ്ങ് വരയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. പ്രഷർ PV ഡയഗ്രാം ഓൾറെഡി വരയ്ക്കുക. സോ 1 2 3 4 രീതിയിൽ നമ്മൾ പഠിച്ച രീതിയിൽ അങ്ങ് വരയ്ക്കാം. സോ എനിക്കറിയാം 1 to 2 എന്ന് പറയുന്നത് കംപ്രഷൻ ആണ്, 2 to 3 എന്ന് പറയുന്നത് ഹീറ്റ് അഡീഷൻ പ്രോസസ് ആണ്, 3 to 4 എന്ന് പറയുന്നത് എക്സ്പാൻഷൻ പ്രോസസ് ആണ്, 4 to 1 എന്ന് പറയുന്നത് ഹീറ്റ് റിജക്ഷൻ പ്രോസസ് ആണ്. അപ്പം എനിക്ക് ഓരോ പോയിന്റ്സും ലൊക്കേറ്റ് ചെയ്ത് വെക്കാം. ദെൻ കണ്ടീഷൻ ഓഫ് എയർ ഈസ് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 bar അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ കംപ്രഷൻ. അപ്പം നമ്മൾ ഈ PV ഡയഗ്രത്തിനകത്ത് ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. സ്റ്റാർട്ട് ഓഫ് ദ കംപ്രഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതിനകത്ത് ഐഡന്റിഫൈ ദ പോയിന്റ്. ഏതാണ്? ഇനി നിങ്ങൾക്ക് പറയാം, എല്ലാം ഞാൻ തന്നെ പറയണ നിർബന്ധമല്ല. സ്റ്റാർട്ട് ഓഫ് ദ കംപ്രഷൻ ഏതാണ് അതിനകത്ത് ഡയഗ്രത്തിനകത്ത്? കേൾക്കുന്നുണ്ടോ? മോശമാണ്, നിങ്ങൾക്കാണ് മോശം ഞാനിങ്ങനെ പറയുന്നത്. കാര്യം ഓൾറെഡി യൂട്യൂബിൽ വരുന്നതാണ്, കുറെ ആൾക്കാർ കേൾക്കുന്നതാണ്. 1 to 2. 1 to 2 ആണ് കംപ്രഷൻ പ്രോസസ്. സ്റ്റാർട്ടിങ് ഓഫ് ദ കംപ്രഷൻ എന്ന് പറഞ്ഞ ഏത് പോയിന്റാ? 1. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻ എവിടത്തെയാണ്? കണ്ടീഷൻ ഓഫ് എയർ ഈസ് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 bar അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ കംപ്രഷൻ. അപ്പൊ ഏതാണ് പോയിന്റ്? 1. അപ്പം T1 ആണ് 27 ഡിഗ്രി സെൽഷ്യസ്, അവിടുത്തെ പ്രഷർ ആണ് 1 bar എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം, അതായത് കെൽവിനിലോട്ടും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ടും കൺവേർട്ട് ചെയ്യാം. സോ 1 bar is equal to 1 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ ഈ ഒരു കൺവേർഷൻസും കൂടെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഓക്കെ, നൗ ഇഫ് ദ ക്ലിയറൻസ് വോളിയം ഈസ് 20% ഓഫ് ദ സെപ്റ്റ് വോളിയം. അപ്പം ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് ക്ലിയറൻസ് വോളിയം, എന്താണ് സെപ്റ്റ് വോളിയം? ക്ലിയറൻസ് വോളിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊരു പിസ്റ്റണിനകത്ത് ഒരു സിലിണ്ടറിന്റെ, ഇപ്പൊ ഇവിടെയാണ് ഞാൻ ഇതിന്റെ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞിരിക്കുന്നത്. ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ആണെന്നൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഇവിടം വരെയാണ് വരുന്നത്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണ് പിസ്റ്റൺ റീച്ച് ചെയ്യുന്നത്. ഇവിടുത്തെ അതായത് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് റൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നു, ഇത് ലെഫ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, അതായത് പിസ്റ്റൺ റൈറ്റിലോട്ട് വരുന്ന സമയത്ത് എവിടെയാണോ വന്ന് എക്സ്ട്രീം ആയിട്ട് വന്ന് നിൽക്കുന്നത്, അത് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ എവിടെയാണോ എക്സ്ട്രീം ആയിട്ട് വന്നിരിക്കുന്നത്, അപ്പൊ അവിടെയാണ് നമ്മുടെ V3 V2 എന്ന് പറയുന്ന പോയിന്റുകളെല്ലാം കിട്ടുന്നത്, വോളിയംസ് കിട്ടുന്നത്. ക്ലിയറൻസ് വോളിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പിസ്റ്റൺ ഈ റൈറ്റിൽ വന്നിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അത് മുമ്പോട്ട് വരത്തില്ല. ആ പോയിന്റും ഇതിന്റെ സിലിണ്ടറിന്റെ ഇടയിലുള്ള വോളിയത്തിനാണ് എന്തെന്ന് പറയുന്നത്, ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അതാണ്ട് ഈ കാണുന്നതാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി V2 അല്ലെങ്കിൽ V3, ശരിയല്ലേ? കറസ്പോണ്ട് ചെയ്യുന്നത് ഈ ഇത്രയുമുള്ളതാണ് ആ കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ V3 അല്ലെങ്കിൽ V2. ഇനി സെപ്റ്റ് വോളിയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ ഈ സിലിണ്ടറിനകത്ത് മൂവ് ചെയ്ത് പോകുന്ന അത്രയും വോളിയം, അതാണ് സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. അതായത് V4 മൈനസ് V3, അതായത് ഈ റേഞ്ചിലുള്ള നിൽക്കുന്ന സാധനത്തിനാണ് സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് സെപ്റ്റ് വോളിയം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് VS എന്നും, ഇതെന്ന് പറയുന്നത് ക്ലിയറൻസ് വോളിയം, ദാറ്റ് ഈസ് റിപ്രസെന്റഡ് ബൈ VC. അപ്പം വോളിയം സെപ്റ്റ് ബൈ ദ പിസ്റ്റൺ, അതാണ് സെപ്റ്റ് വോളിയം പറയുന്നത്. ദ വോളിയം ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദ പിസ്റ്റൺ ആൻഡ് ദ സിലിണ്ടർ ഹെഡ്, അതാണ് എന്ത് പറയുന്നത് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദ ക്ലിയറൻസ് വോളിയം ഈസ് 20% ഓഫ് ദ സെപ്റ്റ് വോളിയം. ഇപ്പം ഈ ഇക്വേഷൻ മനസ്സിലായോ? V2 is equal to 0.2 into V1 minus V2 എന്നുള്ളത് മനസ്സിലായോ? ദാറ്റ് ഈസ് ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇതാണ് ക്ലിയറൻസ് വോളിയം. അതെന്ന് പറയുന്നത് സെപ്റ്റ് വോളിയത്തിന്റെ 20% ആണ്. സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് എന്താണ്, V1 minus V2, അതിന്റെ 20% ആണ് V2 എന്ന് പറയുന്നത്. സോ വി ഗോട്ട് ദ ഇൻഫർമേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ ആൻഡ് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ദ cycle. So end of the compression ഏതാണ് point? Starting of the compression, that is T1. End of the compression, that is T2. So we have to find out temperature at end of the compression and efficiency. Okay, so from here V2 is equal to 0.2 into V1 minus V2. So adina just on 0.2 കൊണ്ട് multiply ചെയ്തു. So 0.2 V1 minus 0.2 V2. Here it is further reduced into 1.2 V2 is equal to 0.2 V1. So here V1 by V2 is equal to 1.2 divided by 0.2, that is 6 എന്ന് പറഞ്ഞു കിട്ടി. V1 by V2 is equal to 6 എന്ന് പറഞ്ഞു കിട്ടി. എന്താണ് V1 by V2? Any information? Compression ratio. It is compression ratio. So V1 by V2 is the compression ratio. Okay, good. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് കംപ്രഷൻ റേഷ്യോ കിട്ടി. അപ്പൊ നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് മാത്രം മതി? കംപ്രഷൻ റേഷ്യോ മതി. അതായത് 1 മൈനസ് 1 ബൈ R റേസ് ടു ഗാമ മൈനസ് 1. സോ ഗാമ എന്ന് പറയുന്നത് എന്താണ്, എയർ ആയതുകൊണ്ട് ടേക്ക് ഇറ്റ് ആസ് 1.4. അത് പഠിച്ചു വെച്ചേക്കാം. എയർ ആയതുകൊണ്ട് ദാറ്റ് ഈസ് 1.4 ഗാമ വാല്യൂ. ഓക്കെ, so I'm going to the air standard efficiency. Efficiency is equal to 1 minus 1 by R raised to gamma minus 1. So 1 minus 1 by 6 ആണ് നമ്മുടെ കംപ്രഷൻ റേഷ്യോ കിട്ടിയത്. ഗാമ വാല്യൂ 1.4 ആണ്, മൈനസ് 1. ഈ വാല്യൂ ഗാമയുടെ വാല്യൂ കാണാതെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എഫിഷ്യൻസി ഒബ്റ്റൈൻഡ് ഈസ് 51%. ഫസ്റ്റ് സൊല്യൂഷൻ ക്ലിയർ ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ടെമ്പറേച്ചർ ആണ് അല്ലേ? അത് കാണാനായിട്ട് നമുക്ക് നേരെ ഇക്വേഷൻ എടുക്കാം. നമുക്കുള്ള ടെമ്പറേച്ചർ റിലേഷൻസ് ഏതാ? ടെമ്പറേച്ചർ വോളിയം റിലേഷൻ T2, ഹൈ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ T2 by T1 is equal to V1 by V2. നേരത്തെ പറഞ്ഞത് ഗ്രേറ്റർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ലെസർ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് V2. T2 ആണ് ഹയർ ടെമ്പറേച്ചർ. T2 divided by T1 is equal to higher volume V1 divided by V2 all raised to gamma minus 1. ഇതിനകത്ത് നിന്ന് T2ന്റെ വാല്യൂ എനിക്ക് കിട്ടും. T2 is equal to T1 into V1 by V2 all raised to gamma minus 1. So ഒരിക്കലും മറക്കരുത്, the value should be in Kelvin. 300 into 6 into 1 minus 1.4 minus 1. So substitute ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൺവേർട്ടഡ് ടു ഡിഗ്രി സെൽഷ്യസ് 341.3 ഡിഗ്രി സെൽഷ്യസ്. സോ ദിസ് ഇസ് ദ അപ്പോൾ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്ത ടെമ്പറേച്ചറിലാണ് 27 ഡിഗ്രി സെൽഷ്യസിലാണ്. 27 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കംപ്രസ് ചെയ്ത് ഏത് ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നു? 341.3 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്നു. ക്ലിയർ? ക്ലിയർ ആണല്ലോ പ്രോബ്ലം? അപ്പം പ്രഷറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക്?
അപ്പം കുറെ വാല്യൂസ് നമുക്ക് നമ്മൾ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ വാല്യൂസ് നമ്മുടെ കയ്യിൽ കിട്ടുകയും അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും, ഈ ഇക്വേഷൻ നമ്മൾ ഈ വാല്യൂ നമ്മൾ യൂസ് ചെയ്തില്ലല്ലോ എന്നുള്ളത് തോന്നല്. സോ അത് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചില കേസുകളിൽ അങ്ങനെ വാല്യൂസ് തന്നിരിക്കും. ക്ലിയർ? അപ്പൊ തൽക്കാലം ഈ ഒരു പ്രോബ്ലമാണ്. അപ്പം ഇതിന്റെ എല്ലാ സൊല്യൂഷൻസ് സെയിം തന്നെയാണ്, എപ്പോഴും സെയിം ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നൗ യു ഹാവ് ടു റീകളക്ട് ദ ഇൻഫർമേഷൻ ഫ്രം കാർനോട്ട് സൈക്കിൾ. കാര്യം ഒരു പ്രോബ്ലം നമ്മളവിടെ ചെയ്തിട്ടില്ല. ഇത് ഞാൻ ചെയ്തിരുന്നു അല്ലെ, കാർനോട്ട് സൈക്കിളിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, നൗ ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. അപ്പം ഒരു പ്രോബ്ലം വരുമ്പോൾ ആദ്യത്തെ 3 രീതിയിലാണ് നമ്മൾ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. സെക്കൻഡ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ലെവലാണ്. എക്സിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ ഗിവൺ ഡേറ്റാസ്. ആ ഗിവൺ ഡേറ്റാസ് ഐഡന്റിഫൈ ചെയ്യുന്നതിനകത്ത്. മൂന്നാമത്തേതാണ് മിസ്സിംഗ് ഡേറ്റാസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മൾ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുന്നത്. കെയർഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്ത് വായിക്കുക. I will give you 1 minute for studying the problem. So my first hint is Carnot cycle എന്ന് പറയുമ്പോൾ you have to draw the Carnot cycle. Carnot cycle വരയ്ക്കാനുള്ള എളുപ്പമാർഗ്ഗമാണിത്. കണ്ടോ, ഈ സൈൻസ് ആണ് ഞാൻ വരച്ചിട്ടിരിക്കുന്നത്. 1 2 3 4. Okay, shall I? Question വായിച്ചല്ലോ. Yes, sir. Now, Yes, sir. a Carnot cycle works with adiabatic compression ratio of 5 and isothermal expansion ratio of 2. The volume of air at the beginning of the isothermal expansion is 0.3 meter cube. If the maximum temperature and pressure is limited to 550 Kelvin and 21 bar, determine minimum temperature in the cycle, thermal efficiency of the cycle, pressure at all salient points, and work done per cycle. Take gamma as 1.4. So this is a long problem. നല്ലൊരു ലെങ്തി പ്രോബ്ലം ആണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം എന്താണ് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നുള്ളത്. സോ ഫസ്റ്റ് എ കാർനോട്ട് സൈക്കിൾ. സോ ഒന്നും ആലോചിക്കണ്ട, കാർനോട്ട് സൈക്കിൾ അങ്ങ് വരയ്ക്കുക. ഓക്കെ, കാർനോട്ട് സൈക്കിൾ വരച്ചു, നമ്മൾ പോയിന്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്തു. ഇനി ഓരോന്നും എനിക്കറിയാം എന്തൊക്കെയാണ്. ഇനി എന്തിനകത്ത് നിന്ന് പോയിന്റ് ചെയ്യാൻ പറ്റുന്നത്? വർക്ക്സ് വിത്ത് അഡയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ ഓഫ് 5. എന്താണ് അഡയാബാറ്റിക് കംപ്രഷൻ? ഏതാണ് അഡയാബാറ്റിക് കംപ്രഷൻ പോയിന്റ്? 1. അഡയാബാറ്റിക് കംപ്രഷൻ നമുക്ക് ഏത് പ്രോസസ്സാണ് അഡയാബാറ്റിക് കംപ്രഷൻ തരുന്നത്? ഓർമ്മ ഏതാണ്? 1. നോ 4 to 1 അല്ലേ adiabatic compression? 4 to 1 എന്താണ്? അപ്പൊ ഒന്നും കൂടെ പറയണം. 1 to 2 എന്താണ്? എന്ത് ടൈപ്പ് എക്സ്പാൻഷൻ ആണ്? Isothermal expansion. Isothermal expansion ആണ് 1 to 2. 2 to 3 Adiabatic expansion. adiabatic expansion. 3 to 4 isothermal compression. 4 to 1 Adiabatic compression. adiabatic compression. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? Adiabatic compression ratio is 5. That is
V4 by V1 അല്ലേ, നമ്മളെപ്പോഴും ലാർജർ വോളിയം ടു ലെസർ വോളിയം എടുത്തോണ്ടിരിക്കുന്നത്. സോ V4 by V1 is 5. Then isothermal expansion ratio is 2. ഏതാണ് isothermal expansion? 1 to 2. 1 to 2. Larger volume V2 by V1, that is 2. അപ്പോൾ രണ്ട് ഇൻഫോർമേഷൻസ് നമ്മൾ ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്തു. ഇനി the volume of the air at the beginning of the isothermal expansion is 0.3 meter cube. പോയിന്റ് ഏതാണ് അപ്പം? The beginning of the isothermal expansion. Beginning എന്ന് പറഞ്ഞാൽ ഏതാണ് isothermalന്റെ? 1. So V1 എത്രയാണ്? 0.3 meter cube. Square അല്ല, cube. Meter cube. Then if the maximum temperature and pressure is limited to 550 Kelvin and 21 bar. So now they are giving indirect ആയിട്ടാണ് തന്നിരിക്കുന്നത് മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഈ സൈക്കിളിലെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണ് വരുന്നത്? 1ലാണ്. അവിടെയാണ് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നത്, ശരിയല്ലേ? 1ലാണ് മാക്സിമം ടെമ്പറേച്ചർ, അതായത് 1ൽ മാക്സിമം ടെമ്പറേച്ചർ, അവിടെ ഹീറ്റ് ആഡ് ചെയ്യുന്നു. ആ ഹീറ്റ് ആഡ് ചെയ്യുന്ന പറയുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അപ് ടു 2 വരെ. അപ്പം T1ലെ ടെമ്പറേച്ചറും T2ലെ ടെമ്പറേച്ചറും എന്താണ്? സെയിം ആണ്, ശരിയല്ലേ? ഐസോതെർമൽ ആണ് പ്രോസസ്. സോ 1 is the maximum temperature, അവിടുത്തെ ടെമ്പറേച്ചറും T2ലെ ടെമ്പറേച്ചറും സെയിം ആണ്. സോ T1 is equal to T2 is equal to 550 Kelvin. ദെൻ ആ പോയിന്റിൽ തന്നെ പ്രഷറും എന്താ പറഞ്ഞിരിക്കുന്നു? 21 ബാർ പറഞ്ഞിരിക്കുന്നു. സോ P1 is equal to 21 ബാർ. അതിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്തു. 21 into 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഗാമ വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാൻ, അല്ലെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ എടുക്കാം. 1.4 തന്നിരിക്കുന്നത്. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? മിനിമം ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ. ഇതൊന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. മിനിമം ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ. മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എവിടെയാണ്? ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ T3 അല്ലേ? ഇവിടെ കോൾഡ് ടെമ്പറേച്ചർ വരുന്നത്, കോൾഡ് ബോഡി വരുന്നത്. ഇവിടെ ഹയർ ടെമ്പറേച്ചറും ഇവിടെ എന്ന് പറയുന്നത് കോൾഡ് ടെമ്പറേച്ചർ അല്ലേ? കോൾഡ് ബോഡിയാണ് വരുന്നത്. അപ്പം T3യും T4ഉം എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ ആയതുകൊണ്ട് T3ലെ ടെമ്പറേച്ചർ തന്നെയാണ് T4ലെ. അപ്പം ആദ്യം കണ്ടുപിടിക്കേണ്ടത് T3 അല്ലെങ്കിൽ T4. പിന്നീട് തെർമൽ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? 1 - T2 by T1. T2 by T1 എന്ന് പറയുന്നത് നമ്മൾ ജനറലൈസ് ചെയ്യുന്നതാണ്. T2 എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി. ദാറ്റ് ഈസ് T3യോ T4ഓ യൂസ് ചെയ്യണം നമ്മൾ. ദെൻ T1 എന്ന് പറയുന്നത് എന്താണ്? ഹോട്ട് ബോഡിയാണ് അല്ലേ? ഒന്നെങ്കിൽ T1 യൂസ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ T2 യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്? T1 ഉണ്ട് അല്ലേ? നമുക്ക് 1 - T2 by T1 ചെയ്യാനാണ്. ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നതിനകത്ത് എഫിഷ്യൻസി എന്താണ്? 1 - T2 by T3 by T1 എന്ന് പറയും അല്ലേ? അപ്പം അവിടെ വരുമ്പം T1 അവൈലബിൾ ആണ്, T3 ഇല്ല. അപ്പൊ T3 നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അല്ലേ? ദെൻ സാലിൻ ടെമ്പറേച്ചർ ഡിഫറെന്റ് പോയിന്റ്സ്, ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കണം, P3ലെ പ്രഷർ കണ്ടുപിടിക്കണം, P4ലെ പ്രഷർ കണ്ടുപിടിക്കണം. ദെൻ അറ്റ് ലാസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ പെർ സൈക്കിൾ. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഹീറ്റ് സപ്ലൈഡും കണ്ടുപിടിക്കണം, ഹീറ്റ് റിജക്റ്റഡും കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നൗ ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ടെമ്പറേച്ചേഴ്സ്. അതായത് നമുക്ക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 - നമ്മൾ ഫസ്റ്റ് ടേം 1 - T3 by T1 ആണ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. T1 എനിക്ക് അറിയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കണ്ടുപിടിക്കണം? T3 കണ്ടുപിടിക്കണം. സോ T3 എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. ഒന്നെങ്കിൽ ഐ ഹാവ് ടു കൺസിഡർ ദ 2-3 പ്രോസസ്, അതല്ല എന്നുണ്ടെങ്കിൽ 3-4 പ്രോസസ്. ഓക്കെ, ദെൻ ഇവിടെ എടുത്തിരിക്കുന്നത് അഡാബാറ്റിക് പ്രോസസ് 4-1 എടുത്തിരിക്കുന്നത്. അഡാബാറ്റിക് പ്രോസസ് 4-1. 4-1-നകത്ത് നമുക്ക് അറിയാം, റിലേഷൻ അറിയാം, T4 by T1. ദാറ്റ് ഈസ് എന്താണ്? എന്ത് പ്രോസസ് ആണ്? അഡാബാറ്റിക് കംപ്രഷൻ പ്രോസസ് ആണ്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷൻ ആണ്. T4 by T1 is equal to V1 by V4 all raised to gamma minus 1. ഇതിൽ നിന്ന് ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു?
T4 കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സൊല്യൂഷൻ ഞാനിവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ പ്രോസസ് 4 to 1. അതിൽ നിന്ന് വോളിയം ടെമ്പറേച്ചർ റിലേഷൻ എടുത്തുകൊണ്ട് ഞാൻ എന്ത് കണ്ടുപിടിച്ചു? T4 കാൽക്കുലേറ്റ് ചെയ്തു. സോ T3 is equal to T4 ആണ്. വൺസ് യു ഹാവ് T3 എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 1 minus T3 by T1 ചെയ്തുകൊണ്ട് എഫിഷ്യൻസി ഓഫ് ദ കാർനോട്ട് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 47.47. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. ഏതൊക്കെയാണ്? കോൾഡ് ടെമ്പറേച്ചറും കണ്ടുപിടിച്ച് എഫിഷ്യൻസിയും കാൽക്കുലേറ്റ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു പോയിന്റിൽ? എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഡെറിവേഷനകത്ത് യൂസ് ചെയ്ത അതേ ഇക്വേഷൻസ് തന്നെയാണ്, അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓരോ ജംഗ്ഷൻസിലെ പ്രഷേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്, നമുക്ക് ഓൾറെഡി ഇനിഷ്യൽ പ്രഷർ മാത്രമേ ഉള്ളൂ, ഈ പ്രഷർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രഷർ വെച്ചുകൊണ്ട് അടുത്ത പ്രഷർ കണ്ടുപിടിക്കുക, ഈ പ്രഷർ വെച്ചുകൊണ്ട് അടുത്ത പ്രഷർ കണ്ടുപിടിക്കുക, ഈ പ്രഷർ വെച്ചുകൊണ്ട് തൊട്ടടുത്ത പ്രഷർ കണ്ടുപിടിക്കുക. ഇതാണെങ്കിൽ നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് ഇനിഷ്യൽ പ്രഷർ P1 ഉണ്ട്. ഇനി നമ്മൾ അത് വെച്ചുകൊണ്ട് P2 കണ്ടുപിടിക്കാനായിട്ട് 1 to 2 പ്രോസസ് ആണ്. 1 to 2 പ്രോസസ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണ്? ഐസോതെർമൽ പ്രോസസ് ആണ്. സോ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? PV ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അതായത് PV by T ഈസ് ഈക്വൽസ് ടു കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അതായത് P1 V1 by T1, P1 V1 by, ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ വേണ്ടി പറയുന്നത്. P1 by V1 V1 by T1 is equal to P2 V2 by T2. ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് T1 and T2 എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ദ റിലേഷൻ ഈസ് P1 V1 is equal to P2 V2. അതാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഗോട്ട് ഇറ്റ്? സോ ഐസോതെർമൽ പ്രോസസ് എടുക്കുകയാണെങ്കിൽ 1 to 2 എടുക്കുകയാണെങ്കിൽ PV is a constant. ഐസോതെർമൽ പ്രോസസ്സിൽ പ്രഷർ വോളിയം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. So PV is a constant. So P1 V1 is equal to P2 V2. അതിൽ നിന്ന് P2 is equal to P1 into V1 by V2. നമുക്ക് ഓൾറെഡി V1 by V2 എന്ന് പറയുന്നത് V2 by V1 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? V2 by V1 എന്ന് പറയുന്നത് 2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടും? P2 വാല്യൂ കിട്ടും. സോ V2 by V1 എന്ന് പറയുന്നത് 2 ആണ്. സോ ഇതിൽ നിന്ന് ഇതൊന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. P2 is equal to ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P2 is equal to 21 into 10⁵ എന്ന് പറയുന്നത് എന്താണ്? P1 വാല്യൂ ആണ്. ഇൻറ്റു അതിനകത്ത് നിന്ന് ഓരോ V1ന്റെ വാല്യൂ V2ന്റെ ടേംസിലോട്ട് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ P2 വാല്യൂ എന്ന് പറയുന്നത് 10.5 ബാർ കിട്ടും. അപ്പോൾ ഇതിന്റെ ക്രോസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പ്രഷർ P1 ആയിരിക്കും ഏറ്റവും കൂടിയ പ്രഷർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രഷർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 2ലെ പ്രഷർ ചെയ്യുന്നത്. ഇങ്ങനെ ആയിരിക്കും നോക്കുന്നത്. ഇതായിരിക്കും ഫസ്റ്റ് പ്രഷർ, ഇതാണ് സെക്കൻഡ് ഹയസ്റ്റ് പ്രഷർ, ദിസ് ഇസ് തേർഡ് ഹയസ്റ്റ് പ്രഷർ ആൻഡ് ദിസ് ഇസ് ദ മിനിമം പ്രഷർ. അപ്പം T1നെക്കാളും കുറവാണോ T2 ഇവിടുത്തെ കിട്ടിയിരിക്കുന്ന പ്രഷർ നോക്കണം. നമുക്ക് 21 ആണ് ഫസ്റ്റ് പ്രഷർ, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രഷർ 10 ബാർ ആണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇവിടെ V2 by V1 നിന്ന് 2 എടുത്തു. ദെൻ V2 is equal to 2 into V1 എന്ന് എഴുതി. സോ V1 എനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? V1 എന്ന് പറയുന്ന വാല്യൂ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വോളിയം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. 0.3 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. 0.3 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ V2 കണ്ടുപിടിച്ചു. ആ വാല്യൂസ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, P2 വാല്യൂ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്ന ഏത് പ്രഷർ ആയിരിക്കും? 2 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രഷർ ഏതായിരിക്കും? 3ലെ പ്രഷർ ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണ്? അഡിയാബാറ്റിക് പ്രോസസ് ആണ് അല്ലേ? അഡിയാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ് ആണ്. സോ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സിൽ നമുക്ക് റിലേഷൻ അറിയാം. P3 by P2 is equal to T3 by T2 all raised to gamma by gamma minus 1. ഇതെല്ലാം നമ്മൾ ആദ്യം യൂസ് ചെയ്ത റിലേഷൻസ്. പ്രഷറും ടെമ്പറേച്ചറും എടുക്കാം. ഓൾറെഡി നമുക്ക് T2 അറിയാം, T3 അറിയാം, പിന്നെ എന്തറിയാം? P2 വാല്യൂ അറിയാം. ഓൺലി അൺനോൺ തിങ് ഈസ് P3. Is it okay? Yes, sir. അപ്പം T3യുടെ വാല്യൂ കൊടുക്കുക, T2ന്റെ വാല്യൂ കൊടുക്കുക, P2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എനിക്ക് എന്ത് കിട്ടും? P3 കിട്ടും. ദാറ്റ് ഈസ് 1.1 ബാർ. അപ്പൊ ഏറ്റവും കുറഞ്ഞ പ്രഷറാണ് ഈ വാല്യൂ. ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന ഏതാണ്? P4 ആണ്. P4 എന്ന് പറയുന്നത് P3 കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് P4 കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് കംപ്രഷനാണ്? ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് ആണ് അല്ലേ?
ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് ആണ്. എഗെയിൻ ഞാൻ എന്ത് റിലേഷൻ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? P3 is equal to P4 ആ റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലത്തിനകത്ത് ചെയ്തിരിക്കുന്നത് 4:1 എടുത്തുകൊണ്ടാണ്. ഒന്നെങ്കിൽ നമുക്ക് P3 V3 is equal to P4 V4 വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് അഡാബാറ്റിക് പ്രോസസ് 4:1 കൺസിഡർ ചെയ്തു. അഡാബാറ്റിക് പ്രോസസ് 4:1 ഓൾറെഡി നമുക്ക് P1ന്റെ വാല്യൂ ഉണ്ട്, ദെൻ ടെമ്പറേച്ചർ ഉണ്ട്, T4ന്റെ ടെമ്പറേച്ചർ ഉണ്ട്. സോ ജനറലി യു ക്യാൻ യൂസ് ദാറ്റ് റിലേഷൻ. സോ ഓൺലി അൺനോൺ വാല്യൂ ഇസ് P1 വാല്യൂ. സോ P4 by P1 is equal to T4 by T1 the whole raised to gamma by gamma minus 1. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ അനദർ റിലേഷൻ. ഓക്കെ, ഒന്നെങ്കിൽ വോളിയം ടെമ്പറേച്ചർ റിലേഷൻ നോക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻസ് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് P4ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും 2.2 ബാർ. അപ്പൊ നമുക്ക് ഇത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ പ്രഷർ ആയിട്ട് എനിക്ക് P3യിലെ വാല്യൂ കിട്ടി, അടുത്ത പ്രഷർ 4 കിട്ടി, അടുത്തെന്ന് പറഞ്ഞ P2ലെ വാല്യൂ 10 കിട്ടി, 1ലെ വാല്യൂ 21 കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? സർ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന പകരം P3 അപ്പം എല്ലാ ജംഗ്ഷൻസിലെയും പ്രഷർ വാല്യൂസും കണ്ടുപിടിച്ചു. ഇസ് ഇറ്റ് ഓക്കെ? ക്ലിയർ ആണോ? സർ ഈ ഇക്വേഷൻ യൂസ് റെസ്പോണ്ട് ചെയ്യട്ടോ ഇമ്മീഡിയറ്റ് ആയിട്ട്. സർ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന പകരം P3 P4 അത് യൂസ് ചെയ്തോളൂ. കേൾക്കുന്നുണ്ടോ? ഏതാ? P3 V3, അതായത് P3 V3 is equal to P4 V4 എന്നുള്ള വാല്യൂ. അതിനകത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ മിസ്സിംഗ് ആയിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് വാല്യൂസ്, നമുക്ക് ഒരു അൺനോൺ വാല്യൂസിൽ വരാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആ കോമ്പിനേഷൻ എടുക്കുന്നത്. അതിപ്പോൾ ഇവിടെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും P3 V3 is equal to P4 V4 എടുക്കാം. ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? V3 ഉണ്ടോ? നമുക്ക് ഓൾറെഡി V3 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നമുക്കുണ്ടോ? V3യുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? നമുക്ക് ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിലേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് V4ന്റെ ഇൻഫോർമേഷൻ ഉണ്ടോ? അതുമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് ഈ പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് 1ൽ നിന്ന് ഇതിലേക്ക് വരാനേ പറ്റത്തുള്ളൂ. കണക്ട് ചെയ്യാൻ നോക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ 1ൽ നിന്ന് 4ലേക്ക് കണക്ട് ചെയ്യാം. ആ ഒരു കോമ്പിനേഷൻസ് ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്ന 1 നിന്നും 4 ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നോക്കും. എന്താണ് അത്? അഡിയബാറ്റിക് കംപ്രഷൻ പ്രോസസ് ആണ്. സോ P4 by V1 is equal to T4 by T1 the whole raised to gamma minus 1. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കും T4 ഉണ്ടോ? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. T1 ഉണ്ടോ? ഉണ്ട്. P1 ഉണ്ടോ? ഉണ്ട്. ഉള്ളി അൺനോൺ വാല്യൂസ് ഏതാ? P4. പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്നത്? ഒരു ഇക്വേഷനിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ സൊല്യൂഷനിലേക്ക് പോവുക. ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ചെയ്യണമെന്ന് അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇവർ ഇത് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിന് സോൾവ് ചെയ്തു. സിമ്പിൾ. സോ ഓൺലി നത്തിങ്സ് നമ്മൾ ആ പഠിച്ചിരിക്കുന്ന ആ ഡെറിവേഷനകത്ത് പഠിച്ച അതേ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1-2 വട്ടം ചെയ്ത് നോക്കുമ്പോൾ അതങ്ങ് ഓക്കെ ആയിക്കോളും. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്? ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ പ്രഷറും പോയിന്റ്സും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വർക്ക് ഡൺ ആണ്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ്. ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന എവിടെയാണ്? 1ലാണ്. ഹീറ്റ് റിജക്ട് ചെയ്യുന്ന എവിടെയാണ്? 3ലാണ്. അപ്പം ഹീറ്റ് സപ്ലൈ പോയിന്റ് എന്ന് പറയുന്നത് 1. അവിടുത്തെ റിലേഷൻ എന്താണ്? P1 V1 ln V2 by V1. അതാണ് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിലേഷൻ എടുത്തു. ഹീറ്റ് സപ്ലൈ എടുത്ത് Q12 എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കണം നിർബന്ധമില്ല. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞ് എഴുതാനും കുഴപ്പമൊന്നുമില്ല. സോ ഹീറ്റ് സപ്ലൈഡ് ഇസ് ഈക്വൽ ടു P1 V1 ln V2 by V1. സോ P1 അറിയാം, V1 അറിയാം, V2 by V1 റിലേഷൻ അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എനിക്ക് ഹീറ്റ് സപ്ലൈഡ് കിട്ടി. ഓക്കെ, 4.37 × 10⁵ ജൂൾ, അതായത് 437 കിലോ ജൂളിലേക്ക് കിട്ടി.
ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഹീറ്റ് റിജക്റ്റഡ്. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് ഹീറ്റ് റിജക്റ്റഡ് പറയാൻ പറ്റും. ഹീറ്റ് റിജക്റ്റഡ് ഈസ് ഈക്വൽ ടു P3 V3 all raised to into ln V3 by V4. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. P3 V3 ln V3 by V4 ആ റിലേഷൻ എടുക്കാം. ഓക്കെ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ V4 by V3 എന്ന് പറയുന്ന സാധനമില്ല. അത് കണ്ടുപിടിക്കാനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സിൻസ് ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു ഐസോതെർമൽ കംപ്രഷൻ റേഷ്യോ, സോ ദാറ്റ് ഈസ് ആ ഒരു റിലേഷൻ അതിന് V2 by V1 ഈസ് ഈക്വൽ ടു V3 by V4 എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് കാർനോട്ട് സൈക്കിളിനകത്ത് അറിയാവുന്ന ഒരു ഇൻഫോർമേഷൻ ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് എന്ത് കിട്ടും? എനിക്ക് V4 by V3 കിട്ടും. ഓക്കെ, സോ ദെൻ ഇറ്റ്സ് അപ്ലൈഡ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഓൾറെഡി തന്നെ അത് നെഗറ്റീവ് ടേംസിലോട്ടായിരിക്കും വാല്യൂ വരുന്നത്. അതെന്തുകൊണ്ടാണ്? ഹീറ്റ് റിജക്റ്റഡ് ആണ്. ഹീറ്റ് റിജക്റ്റഡ് ടു ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, ദെൻ ഹീറ്റ് റിജക്റ്റഡ് ഈസ് ഈക്വൽ ടു ഈ വാല്യൂ ആണ്. So then work done is equal to heat supplied minus heat rejected. So heat supplied അറിയാം, heat rejected അറിയാം. So work done, you will get it. Is it okay? Yes, sir. Okay. അപ്പം ഇത് രണ്ടുമാണ് ഞാൻ പ്രോബ്ലം ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് ഡീസൽ സൈക്കിൾ ഉണ്ട്, അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, ദെൻ അതിൻ്റെ ബേസിലുള്ള പ്രോബ്ലം ഉണ്ട്. തൽക്കാലം ഞാൻ ഡീസൽ സൈക്കിളിലോട്ട് പോകുന്നതിന് പകരമായിട്ട് ഞാൻ നാളെ വരുമ്പോൾ നാളെയല്ലേ ഞാൻ നിങ്ങൾക്ക് സെഷൻ പറഞ്ഞിരിക്കുന്നത്? ഇനി Yes, sir. ഒന്നുകിൽ നാളെ ഞാൻ നിങ്ങൾക്ക്